ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കനായ സഭയുടെ സഫ്രാൻ മെത്രാപ്പൊലീത്തയുമായ ഡോക്ടർ ജോസഫ് ബർണബാസ് തിരുമേനി, വന്യ വികാരി ജനറൽ അച്ഛൻ, ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന PJ ജോൺ അച്ഛൻ, ജോജി അച്ഛൻ, ബഹുമാന്യരായ വൈദികരെ, ഇടവകയുടെ ചുമതല നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൽ പ്രിയ എൻ്റെ ദൈവജനമേ, അതുപോലെ ഇന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ്റെ സഹധർമ്മിണി ആനി കൊച്ചമ്മ, നന്മ, നീതി, മറ്റ് കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം. എൻ്റെ ഉത്തമ സ്നേഹിതനും എന്നെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചവനും എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് ഒരു കൈത്താങ്ങായിരുന്ന, നമ്മിൽ നിന്ന് വാങ്ങി കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ്റെ സ്മരണയെ പുതുക്കുന്നതായ ഈ ദിവസം, ഈ ഒരു സമ്മേളനത്തിൽ അതിൻ്റെ പ്രഭാഷണം നിർവഹിക്കുവാനായിട്ട് എന്നെ ഈ ഇടവക ക്ഷണിച്ചതിലും, പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനായിട്ട്, നേതൃത്വം നൽകുവാനായിട്ട് ഞങ്ങളെ രണ്ടുപേരെയും രൂപപ്പെടുത്തുന്നതിലും സ്വാധീനിക്കുന്നതിലും ഞങ്ങളുടെ പഠനകാലത്തും പട്ടത്ത ശുശ്രൂഷയിലെ എല്ലാ ഘട്ടങ്ങളിലും സാധിച്ചിട്ടുള്ള അഭിമന്യ ബർണബാസ് തിരുമേനിയുടെ സാന്നിധ്യത്തിനായും, അതുപോലെ തന്നെ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതായ സെൻറ്റ് പീറ്റേഴ്സ് ഇടവകയിൽ ഈ ശുശ്രൂഷ നിർവഹിപ്പാനായി എന്നെ ക്ഷണിച്ച വികാരി അച്ഛന്മാർ രണ്ടുപേരോടും, ബഹുമാനപ്പെട്ട ചുമതലക്കാരോടും, കൈസ്ഥാന സമിതി അംഗങ്ങളോടും, ഇടവ ജനങ്ങളോടും ആദ്യമേ തന്നെ ഞാൻ എൻ്റെ കടപ്പാട് അറിയിച്ചുകൊള്ളട്ടെ. മുമ്പേ ഓർപ്പിച്ചതുപോലെ എനിക്ക് ഇത് സംസാരിക്കുവാനായിട്ട് ഈ അവസരം നൽകി തന്നത് പ്രിയപ്പെട്ട അച്ഛനോടൊന്നിച്ച് ഈ ഇടവകയിൽ ശമാശ പട്ടത്തിനു വേണ്ടി ഞങ്ങൾ മുട്ടുകുത്തുകയും, അതുപോലെ തന്നെ എൻ്റെ മാതൃ ഇടവയായ വാലാങ്കര എബനേസർ പള്ളിയിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കശീശമാരായിട്ടും മുട്ടുകുത്തുകയും ചെയ്ത, തുടർന്നുള്ള ഞങ്ങളുടെ ശുശ്രൂഷ തലങ്ങളിലൊക്കെയും ഞങ്ങൾക്ക് ഒരുമിച്ച് സഞ്ചരിപ്പാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്ത ആ വലിയ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാകുന്നു 2003 ജൂൺ മാസം 21-ാം തീയതി ആകുന്നു ഞങ്ങൾ രണ്ടുപേരും സെൻറ്റ് പീറ്റേഴ്സ് മർത്തോമ ഇടവകയിൽ ബഹുമാനപ്പെട്ട അനിൽ എബ്രഹാം അച്ഛനോടും എബ്രഹാം C. മാത്യു അച്ഛനോടും ചേർന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്ത്, അന്ന് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് അഭിനന്ദ ഡോക്ടർ ഫിലിക്സ് നോസ് തിരുമേനിയും, അതുപോലെ തന്നെ സഹകാർമ്മികരായിട്ട് തിമത്തിയോസ് തിരുമേനിയും ബർണബാസ് തിരുമേനിയും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വീണ്ടും കശീശ സ്ഥാനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുമിച്ച് മുട്ടുകുത്തുവാനായിട്ട് ദൈവം ഇടയാക്കി. അന്നും ഫിലിക്സോസ് തിരുമേനിയാണ് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ കാലയളവിൽ മാത്രമല്ല ഞങ്ങളുടെ ബന്ധം വളർന്നതെന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത് ഒക്ടോബർ മാസം 30-ാം തീയതി 1998 ചരൽക്കുന്നിൽ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഒരു കോരിച്ചു വരുന്ന മഴയിൽ, ആ മഴയുടെ നനഞ്ഞുകൊണ്ട് ഒരു ബുക്കും പിടിച്ചുകൊണ്ട് അവിടെയുള്ള ഓഡിറ്റോറിയത്തിൻ്റെ വരാന്തയിലേക്ക് ഓടി വന്ന ഒരു ചെറുപ്പക്കാരൻ. പരിചയപ്പെട്ടപ്പോൾ മാങ്ങാനത്തു നിന്നാണെന്നൊക്കെ പറഞ്ഞു. അന്ന് മാങ്ങാനം പള്ളി എനിക്ക് പരിചയമുണ്ട്, കാരണം ഞാൻ കോട്ടയത്താണല്ലോ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം ഒരു
B.Ed പഠിച്ച ഒരു അധ്യാപകനാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു പട്ടത്ത ശുശ്രൂഷയിലേക്ക് വന്ന് പ്രവേശിച്ചതെന്നുള്ള മനസ്സിലാക്കലൊക്കെ അന്നേരം ഉണ്ടായി. എന്നാൽ പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടുതലായിട്ട് അടുക്കുന്നത് ഞങ്ങളുടെ പ്രാക്ടിക്കൽ വർക്കിലും അതുപോലെ തന്നെ അദ്ദേഹം സെമിനാരിയിൽ പോയപ്പോൾ എൻ്റെ ഭവനം ബാംഗ്ലൂരിലായിരുന്നതുകൊണ്ട് ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ സെമിനാരിയിൽ പോവുകയും ഞാൻ ഇവിടെ നിന്നൊക്കെ അവധി കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ നിരന്തരമായി അച്ഛൻ പഠിക്കുന്ന കാലയളവിലെല്ലാം ആ സെമിനാരിൽ എന്നെ ഹോസ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ആ സെമിനാരിയിൽ ഞാൻ ചെന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും മാത്രമല്ല എനിക്ക് വേണ്ടി കരുതി വെച്ച പുസ്തകങ്ങൾ അവിടെ ഉണ്ടാവും, എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള CD അവിടെ ഉണ്ടാവും. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതല്ല, ഇതെല്ലാം എനിക്ക് വേണ്ടി നൽകും. അദ്ദേഹം എന്നോട് ആകെ ചോദിക്കുന്ന ഒരു കാര്യം, കോട്ടയം സെമിനാരിയിൽ ഇവിടെ പഠിപ്പിക്കാത്തതിൽ എന്താണ് നിങ്ങളെ അവിടെ പഠിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് അച്ഛനറിയായിരുന്നു ഞങ്ങൾക്ക് അല്പം കൂടെ ലിറ്റർജിക്കൽ എക്സ്പോഷേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ചൊക്കെയും ചോദിക്കുമായിരുന്നു, അതെന്താണ്, അതെങ്ങനെയാണ് എന്നുള്ളത്. അതല്ലാതെ ഒന്നും മടക്കി അദ്ദേഹം ചോദിച്ചിട്ടില്ല, ഒന്നും മടക്കി കൊടുക്കുവാനും സാധിച്ചിട്ടില്ല. നിരന്തരമായ അച്ഛൻ്റെ നിന്ന് ഞാൻ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാകുന്നു. ആ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് ഞാൻ ഇന്ന് നിന്ന് ഈ പ്രഭാഷണം നിർവഹിക്കേണ്ടിയിരിക്കുന്നത്. ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? നമുക്ക് വളരെ ഭയമുള്ള ഒരു പദമാണ്, അത്രമധികം ഭയക്കേണ്ട ഒരു പദമല്ല അത്, വളരെ മനോഹരമായൊരു പദമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ഓർമ്മ എന്നാണ് പറയുന്നത്. അത് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരാളെ മനസ്സിൽ ഓർത്തു മറന്നു എന്നുള്ളതല്ല. വിശുദ്ധ കുർബാനയെപ്പറ്റി നമ്മൾ ഓർമ്മയെന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് സാഖർ എന്നുള്ള പദം അല്ല, അനാമേസിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. ചരിത്രത്തിൽ രക്ഷാകര ദൗത്യം നിർവഹിച്ച ദൈവത്തിൻ്റെ ആ രക്ഷാകര പ്രവർത്തനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് സജീവമായി കൊണ്ടുവരുന്ന ഒരനുഭവം. അതിൻ്റെ ആ അനുഭവത്തിലൂടെ നമുക്ക് ഈ വർത്തമാനകാലത്ത് ലഭിക്കുന്നതായ പുതിയ ശീലങ്ങൾ, പുതിയ രൂപങ്ങൾ, രൂപാന്തരങ്ങൾ, ഇതൊക്കെ കൂടി നമ്മൾ ചിന്തിക്കുന്നതായ ഒന്നാണ് ഓർമ്മ. അതുകൊണ്ട് ഓർമ്മ ഒരു ഭൗതിക തലത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ, പ്രിൻസച്ചൻ എന്ന് പറയുന്നതായ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ദൈവികമായ വെളിയും തെരഞ്ഞെടുപ്പും ശുശ്രൂഷകളും അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന നല്ല ശീലങ്ങൾ, നല്ല മാതൃകകൾ, അതൊക്കെ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായി, നമ്മളെ സ്വാധീനിക്കുവാനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാകുന്നു ഞാനിന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഇടവകയിൽ മറ്റൊരു അനുസ്മരണ മീറ്റിംഗ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പേ ക്രമീകരിച്ചിട്ടുണ്ട്. 20 വർഷം മുമ്പേ, 22 വർഷങ്ങൾക്ക് മുമ്പേ. അന്ന് എനിക്ക് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ സാധിച്ചു. അത് VM മാത്തനച്ചൻ്റെ ആണ്. അന്ന് അഭിമന്യ ബർമാസ് തിരുമേനിയും അതുപോലെ തന്നെ ഭാഗ്യസ്മരണീയനായ അത്തനേഷ്യസ് തിരുമേനിയും ഒക്കെയും കെ.ഒ. ഫിലിപ്പോസിനോട് നിരന്തരം പറയുമായിരുന്നു, ആ ജീവിതത്തെ ഒന്ന് ഓർക്കേണ്ടതായ ആവശ്യമുണ്ട്. കാരണം സഭയ്ക്ക് നൽകിയതായ സംഭാവന. എനിക്ക് വലിയ സന്തോഷമുള്ളത് പ്രിൻസ് അച്ഛന് വേണ്ടി അടുത്ത വർഷം തന്നെ നമുക്ക് അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി നമ്മൾ ഓർക്കുന്നതായ ആ ദിനത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവകയ്ക്കോടുള്ള പ്രത്യേകിച്ചുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. 2003 BD ബാച്ച്, അതായത് 2003 പാസ്സായി ഇറങ്ങി പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചതായ എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ഇന്നിവിടെ സന്നിഹിതരല്ലാത്തതായ എല്ലാ അഭിമന്യ സെറാഫിൻ തിരുമേനി ഉൾപ്പെടെയുള്ള ശുശ്രൂഷ സ്ഥാനികളുടെ എല്ലാവരുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നിന്ന് എന്നേക്കാൾ പറയാൻ യോഗ്യരായിരിക്കുന്ന അനവധി അച്ഛൻ രൂപപ്പെടുത്തിയതായ പട്ടക്കാർ, ഈ സാനു അച്ഛൻ അടക്കമുള്ള അനവധി പട്ടക്കാരുടെ ഒക്കെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്നുകൊണ്ട് ഏതാനും മിനിറ്റുകൾ ഞാൻ പ്രിൻസ് അച്ഛനെ അനുസ്മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഡയജനീസ് എന്ന് പറയുന്നതായ ഒരു ഫിലോസഫർ, അദ്ദേഹം തൻ്റെ എഴുത്തിൽ ഇങ്ങനെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഐ ആം ലുക്കിംഗ് ഫോർ എ മാൻ, ഞാനൊരു മനുഷ്യനെ കാണുവാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് പറഞ്ഞത്. അതുതന്നെ ഏറ്റുപിടിച്ചുകൊണ്ടായിരിക്കണം ബ്ലെയ്സ് പാസ്കൽ എന്ന് പറയുന്ന ഫിലോസഫറും പറഞ്ഞു, വാട്ട് എ കൈമേറ എ മാൻ ഇസ്, വാട്ട് എ കൺഫ്യൂസ് ആൻഡ് കെയോസ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വൈദ്യങ്ങൾ നിറഞ്ഞതായ എന്നാണ്. എല്ലാ നീതിയും ന്യായവും അറിയാമെന്ന് പറഞ്ഞിട്ടും അവനൊരു പുഴുവാണ്. അവൻ സത്യത്തെ അറിയാമെന്നും സത്യത്തിൻ്റെ കസ്റ്റോഡിയനാണെന്നൊക്കെ പറഞ്ഞിട്ടും
അതിനെ വിരുദ്ധമായി ജീവിക്കുന്ന തെറ്റുകളുടെ അനിശ്ചിതത്വത്തിൻ്റെ ഒരു കൂമ്പാരമാണ് അവനെന്നൊക്കെയും. അവൻ മഹത്വവും അതേസമയം അപകീർത്തിയും ഒരുമിച്ച് പേറിക്കൊണ്ട് നടക്കുന്നവരുമാണ് എന്നാണ്. മനുഷ്യരെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ഫിലോസഫേഴ്സ് പറയുന്നുണ്ടെങ്കിൽ, നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു യഥാർത്ഥ മനുഷ്യൻ ആണ് പ്രിൻസ് കോരയച്ചൻ. അതുകൊണ്ട് തന്നെയാണ് അത്തരം ജീവിതങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ്റെ അനുസ്മരണം നടത്തുന്ന ഞാൻ 2-3 ചിന്തകൾ എടുത്താണ്. ഒന്ന്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയും, 2 എൻ്റെ സഹപാഠികളുടെയും അതുപോലെ തന്നെ മറ്റ് അച്ഛന്മാരുടെ മറ്റുള്ളവരുടെ അച്ഛൻ്റെ ചില മെമ്പേഴ്സിൻ്റെയൊക്കെ ജീവിതാനുഭവങ്ങളിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ മാങ്ങാനം ഇടവകയിലും അച്ഛൻ വടാട്ടുപാറ മിഷനിലുമാകുന്നു. മാങ്ങാനം ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ക്വാളിറ്റി ബഹുമാനപ്പെട്ട അഭിമന്യ തിരുമേനി ഓർപ്പിച്ചതുപോലെ, എന്നെ ആരാധിക്കുവാൻ പഠിപ്പിച്ചതായ ഒരിടവക, ആ ഇടവകയിലാണ് അച്ഛൻ ജന്മിച്ച് വളർന്നത്. എങ്ങനെ ആരാധനയെ നയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അർത്ഥവത്തായ, എങ്ങനെ ആഴമേറിയ അനുഭവങ്ങളിലൂടെ ആരാധിക്കണമെന്നൊക്കെയുള്ള ബോധ്യം എനിക്ക് നൽകിയതായ ഈ ഇടവക തന്നെയാണ് അച്ഛനെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പലതരത്തിൽ ബന്ധപ്പെടുവാനായിട്ട് ആ രീതിയിൽ സാധിച്ചിട്ടുണ്ട്. ഈ ആരാധനയുടെ സവിശേഷത മനസ്സിലാക്കി അതിനെ അന്യോന്യം ഒരു കോംപ്ലിമെൻ്ററിയായി നിൽക്കുവാനായിട്ടൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ദുഃഖവെള്ളിയാഴ്ചയുടെ സർവീസൊക്കെ നടക്കുമ്പോൾ ഞാൻ ഉച്ചകഴിഞ്ഞ് 2 മണിയൊക്കെ ആകുമ്പോൾ സർവീസൊക്കെ പൂർത്തീകരിച്ച് വീട്ടിൽ കഞ്ഞിയൊക്കെ കുടിച്ച് വീട്ടിൽ പോയിരിക്കുമ്പോൾ പ്രിൻസ് അച്ഛൻ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ എന്നെ കാണാനായിട്ട് ഇവിടെ വരും. ആ സർവീസൊക്കെ കഴിഞ്ഞു. അപ്പം ചോദിച്ചു, അച്ഛൻ്റെ സർവീസ് എപ്പോഴാണ് കഴിഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു 2 മണിയൊക്കെ ആയി. എന്നോട് ചോദിക്കുക, എല്ലാ പാട്ടും പാടിയോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഒരു വള്ളിയും പുള്ളിയും വിടാതെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറയും, ഞാനും പാട്ടെല്ലാം പാടി, പക്ഷേ എൻ്റെ സർവീസ് തീർന്നത് പിറ്റേ ദിവസമാച്ചാ. അച്ഛൻ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയും പിറ്റേ ദിവസവുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ശനിയാഴ്ചയും ആയിട്ടൊക്കെയാണ് അച്ഛന് പല ഇടവകളും. എന്നാൽ അവിടെ എല്ലാം വ്യത്യസ്തങ്ങളായ ഇടവകളും പട്ടക്കാരുമായിട്ടാണെന്ന് ഓർക്കണം. അച്ഛൻ പക്ഷേ അച്ഛൻ്റെ യാത്ര അന്ന് തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ അവിടെ ശുശ്രൂഷ ചെയ്തത്. ഈ ഇടവകയിൽ ഒരു ശുശ്രൂഷകൻ പോയപ്പോൾ, ഒരു ശുശ്രൂഷനെ വേണ്ടിയപ്പോൾ ഞാൻ ആദ്യം അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനൊരാളെ അയച്ചു തരാം. അങ്ങനെ ആദ്യം റജി എത്തിയത്, അതിന് ശേഷമാണ് ഇപ്പോഴുള്ള ആളെത്തിയത്. അതുമാത്രമല്ല, ഇവിടെ നിന്ന് ഞാൻ എറണാകുളം മർത്തോമ പബ്ലിക് സ്കൂളിലേക്ക് പോയപ്പോൾ അവിടെ എനിക്ക് അനവധി ആളുകളെ വേണ്ടി വന്നിരുന്നു. അവിടെ എപ്പോഴൊക്കെ ഞാൻ ഈ പ്രിൻസ് അച്ഛനെ വിളിക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള ആളുകളെയൊക്കെ അവിടെ നിന്ന് എത്തിച്ചു തരും. എന്നാൽ ഈ ആളുകളെല്ലാം എത്തിച്ചു തരുന്നത് മാത്രമല്ല, ഈ ആളുകളെക്കുറിച്ച് ഒക്കെയും അച്ഛനൊരു വലിയ കരുതൽ. അച്ഛൻ്റെ മെമ്പേഴ്സാണ് ഇവർ എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ മറന്നു പോകല്ലേ. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് കരുതലുണ്ട്. ചിലപ്പോഴൊക്കെയും ചില കുറ്റങ്ങളൊക്കെയും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ അച്ഛനോട് പറയും, ഇങ്ങനൊരു കുഴപ്പമുണ്ട്. അച്ഛൻ പറയും, അച്ഛനൊന്ന് ഉപദേശിച്ച് ഒന്ന് ശരിയാക്കിയാൽ മതി. അച്ഛൻ്റെ മെമ്പറിനെ വിട്ട് ഒന്നും തന്നെ പറയില്ല. കാരണം ആ സ്നേഹവും ആ കരുതലും അവരോട് എപ്പോഴും ഉണ്ടായിരുന്നു. ബോംബെ ഡയസിസിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഓഫീസിലൊരു ക്ലർക്കില്ലായിരുന്നു. ഞാൻ അച്ഛനെ വിളിച്ചിട്ട്, അച്ഛാ എനിക്കൊരു ക്ലർക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, M.Com കഴിഞ്ഞ ഒരാളെ എൻ്റെ കുട്ടമ്പുഴ ഇടവകയിലുണ്ടായിരുന്നു, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡയസിസിൽ 7 വർഷത്തോളം അവിടെ ശുശ്രൂഷ ചെയ്തതായ ജിനീഷിനെ എനിക്ക് അവിടെ അയച്ചു തരികയാണ്. ഇങ്ങനെ എൻ്റെ ശുശ്രൂഷകൾ അനവധിയായി ബലപ്പെടുത്തിയ അച്ഛൻ സൂരറ്റ് സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് അവിടെ ചുമതലയേൽക്കുമ്പോൾ അന്ന് അച്ഛൻ്റെ സ്കൂളിൻ്റെ മാനേജറായിട്ട് ഞാനും ആ ഡയസിസ് സെക്രട്ടറി എന്ന നിലയിൽ ചുമതലയേൽക്കുകയാണ്. അവിടെ വെച്ച് അച്ഛൻ എന്നോട് പറയുന്നുണ്ട്, അച്ഛാ വീടിക്ക് പോകാനുള്ള താല്പര്യമുള്ള കുട്ടികൾ വരികയാണെങ്കിൽ അവരെ അവിടെ അച്ഛൻ പറഞ്ഞയക്കണം. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരാളെ പറഞ്ഞു വിട്ടപ്പം പറഞ്ഞു, ഇനിയും ഉള്ളവരെയും പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇവരെല്ലാം അച്ഛൻ അക്കോമഡേറ്റ് ചെയ്യും, ഞാൻ അക്കോമഡേറ്റ് ചെയ്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരെ എല്ലാവരെയും എക്സാമിനേഷൻ എഴുതാനായിട്ടുള്ളവരാണ്, അച്ഛൻ ആവശ്യമായ നിർദ്ദേശം കൊടുക്കണം. അച്ഛൻ അതിനെക്കുറിച്ചൊന്നും വറി ചെയ്യേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ഇന്ന് സാനുവച്ചൻ വരെ നിൽക്കുന്നതായ ഒരു വലിയ ഗണം അതിനകത്തുണ്ടെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിനകത്തെ ഒരു നോബി അച്ഛനോട് കഴിഞ്ഞ ദിവസം ചരൽക്കുന്നിൽ പോയപ്പം പറഞ്ഞു, അച്ഛൻ ഈ അച്ഛനെക്കുറിച്ച് ഉള്ള അച്ഛൻ്റെ അനുഭവം ഒന്ന് എന്നോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. നോബി അച്ഛൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. നോബി അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ ബുക്കിൻ്റെ പേര് ദ പ്രിൻസ് ഓഫ് ഹാർട്ട്സ് എന്നാണ്. അദ്ദേഹം ഞങ്ങൾക്ക് പ്രിൻസ് ഓഫ് ഹാർട്ട്സ് മാത്രമല്ല, അദ്ദേഹം ഞങ്ങൾക്ക് പ്രിൻസ് ഓഫ് സോൾസ് ആണ്. ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി വ്യാപരിച്ചതായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം.
ഞാൻ സാനുവച്ചനോട് ചോദിച്ചു, അച്ഛാ എങ്ങനെയാണ് പ്രിൻസ് അച്ഛൻ നിങ്ങളെ രൂപപ്പെടുത്തിയത്? എല്ലായിടത്തും ഞങ്ങളെല്ലാം അച്ഛന്മാരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ മനുഷ്യന് എത്രമാത്രം എങ്ങനെയാണ് സ്വാധീനിക്കാൻ കഴിഞ്ഞത്? എല്ലാ അച്ഛന്മാരും ചാടി ചെയ്യുന്ന ഒരു കരിസ്മയിൽ ഹായ് ബായ് എന്നൊന്നും പറഞ്ഞല്ല പ്രിൻസ് അച്ഛൻ ആരെയും എതിരേൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇത്രമാത്രം സ്വാധീനിക്കുന്നത്? ഒരിക്കൽ അച്ഛനെ കണ്ട ആളുകൾ പിന്നെ എങ്ങനെയാണ് ആകർഷണ വലത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അവിടെയൊക്കെയാണ് അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം. മദ്ബഹയിൽ രാവിലെ ശുശ്രൂഷയ്ക്കായിട്ട് എത്തുമ്പോൾ ആ എത്തുന്ന സമയത്ത് ഈ വലിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇതിന് പോകാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങളെയൊക്കെയും ആ മദ്ബഹയിൽ നിർത്തി അവർക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും അവരെ കൊണ്ട് താൻ ആരംഭിക്കുവാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാവരെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അച്ഛൻ്റെ ആ മാതൃകകൾ, ആരാധനാ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, അതൊക്കെയും അവരെ സ്വാധീനിച്ചു. BD-യുടെ എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ നോബി അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ആ എക്സാമിനേഷൻ പാസ്സാകാൻ ഒരു സാധ്യതയും ഇല്ലായിരുന്നു അച്ഛാ. കേരളത്തിന് പുറത്ത് പഠിച്ചു വളർന്നൊരു മകനായിരുന്നു ഞാൻ. ആദ്യം ഡയസിഷൻ ഓഫീസിൽ കൊണ്ട് നിർത്തിയപ്പോൾ അദ്ദേഹത്തെ ഒട്ടും തന്നെ മെരുങ്ങിയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഞാൻ കണ്ടത്. എന്നാൽ പ്രിൻസ് അച്ഛൻ്റെ അടുക്കൽ നിന്ന് 2 വർഷം നിന്നപ്പോഴത്തേക്ക് ഈ നോബി അച്ഛൻ ആളാകെ മാറിയിരുന്നു. അദ്ദേഹം വളരെ സീരിയസ് ആയി പക്വതയുള്ള ഇന്ന് അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അദ്ദേഹമാണ്. എന്നോടുകൂടെ ഒരുമിച്ച് സാനുവച്ചനും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, എന്നോട് കൂടെ ഇരുന്ന് അച്ഛനും പഠിക്കുമായിരുന്നു, ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങളത് പാസ്സാകാനായിട്ട് അച്ഛൻ കൂടെ നിന്ന് കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളല്ലായിരുന്നു, സഹയാത്രികനായി കൂടെ നിന്ന് സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ള യാതൊരു സംശയമില്ല. അഭിമന്യ തിരുമേനി അച്ഛനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആരാധന രൂപപ്പെടുത്തിയ മനുഷ്യനാണ് പ്രിൻസ് അച്ഛൻ എന്നുള്ളത്. ഞങ്ങളെല്ലാവരും കുർബാന ചൊല്ലുന്ന മനുഷ്യരാണല്ലോ. എന്നാൽ അച്ഛൻ്റെ കുർബാനയ്ക്കുള്ള സവിശേഷത എന്തായിരുന്നു? ഈണത്തിൽ ചൊല്ലുന്നത് മാത്രമല്ല, അച്ഛൻ്റെ കുർബാനയിലെ ഏറ്റവും വലിയ സവിശേഷത നമ്മൾ അതിനുള്ള ഒരുക്കം തന്നെ, അത് തലേദിവസം ആരംഭിക്കുന്ന ഒരുക്കമാണ്. അത് കൊച്ചമ്മയൊക്കെ അതിന് നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. തലേ ദിവസം തന്നെ ആരംഭിക്കുന്നതായ അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ആരംഭിക്കുന്ന ഒന്നാണ്. കുർബാനയ്ക്ക് വളരെ 1 മണിക്കൂർ മുമ്പേ അല്ലെങ്കിൽ അതിന് നേരത്തെ മദ്ബഹയിലെത്തി അദ്ദേഹം ശുശ്രൂഷിക്കുകയാണ്. ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിയുടെ പുറകിൽ നിന്നും മുന്നിലേക്ക് വരുമ്പോൾ ഓരോ ബെഞ്ച് വരെ മാറിയിരിക്കുന്നതും ശ്രദ്ധിച്ച് അവിടം തൊട്ട് അദ്ദേഹം തനിക്കിൻ്റെ മദ്ബഹ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, ആ പള്ളിയിലെ ഓരോ മൂലയും കോണും വരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം ശുശ്രൂഷയിലേക്ക് വരുന്നത്. അന്നേരം പള്ളിയിൽ ആരും വന്നു കാണത്തില്ല, അദ്ദേഹമായിരിക്കും ആദ്യം ആ പള്ളിയിലെത്തുന്നത്. അതിനുശേഷം അതിൻ്റെ അകത്ത് പ്രവേശിച്ച ശേഷം അദ്ദേഹം അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോൾ അത് മണിക്കൂറുകളോളമായിരിക്കും. ഈ മുട്ടുകുത്തിക്കൊണ്ട് തന്നെയാണ് വിരിക്കൂട്ട് തുറക്കുന്നത്. നിങ്ങൾ മദ്ബഹയിൽ പലരും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അച്ഛന്മാർക്ക് അത് മനസ്സിലാകും, അല്ലെങ്കിൽ മദ്ബഹയിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് മനസ്സിലാകും. ഞങ്ങൾക്കൊക്കെ അല്പസമയം മുട്ടുകുത്തി നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ താഴേക്ക് പോകും. ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്ന അച്ഛൻ അത്രയും സമയം മുട്ടുകുത്തി നിന്നുകൊണ്ട് ആ മുട്ടിന്മേൽ എഴഞ്ഞ് അദ്ദേഹം ആ ദർഗയിലേക്ക് കയറുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊന്നും സാധാരണ എല്ലാ വൈദികരും ചെയ്യുന്ന രീതിയിലല്ല. കാരണം അദ്ദേഹം അത്രമാത്രം ആരാധനയെ സ്നേഹിച്ചിരുന്നു, അത്രമാത്രം ആരാധനയെ വിശ്വസിച്ചിരുന്നു. മർത്തോമ സഭയിലെ 2 തരത്തിൽ ഈ കുർബാന അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, പ്രതീകാത്മകമായി ഇതിനെ കൈക്കൊള്ളുന്ന ആളുകൾ വളരെയധികമുണ്ട്. ഇതൊരു പ്രതീകമാണ്, കാൽവറിയുടെ പ്രതീകമാണ്, യാഗത്തിൻ്റെ പ്രതീകമാണ് ഒക്കെ പറഞ്ഞ് അത് അനുഷ്ഠിക്കുന്നുണ്ട്. അതിനുള്ള ഫ്രീഡം അവർക്കുണ്ട്. എന്നാൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണത്, ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അത് സൗഖ്യത്തിൻ്റെ അനുഭവമാണ്, ഒരു രക്ഷയുടെ, ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു ആവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ദൈവത്തെ താൻ തൊട്ടറിയുകയാണ്, ദൈവം തന്നെ തൊട്ടറിയുന്ന അനുഭവമാണ് ഇത്. ഈ മാങ്ങാനം ഇടവകയിൽ തന്നെ പല പ്രാവശ്യം വന്ന വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോൾ അച്ഛനിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുമേനി എഴുതിയത്, അച്ഛനെ ആരാധന രൂപപ്പെടുത്തി എന്നുള്ളത്. ബൗദ്ധികമായിട്ടല്ല അച്ഛനെ ഇതിനെ സമീപിച്ചത്. ആ ആരാധന അനുഭവം കണ്ടുകൊണ്ടാണ് വളർന്നതായ യുവപട്ടക്കാർ അവർ അച്ഛനിലേക്ക് ആകർഷിക്കപ്പെട്ടത്. വ്യക്തിപരമായി പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ചില സമയങ്ങളിൽ അച്ഛൻ്റെ ചില പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഡൽഹിയിൽ ഒരു പാഷൻ വീക്ക്, ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് പള്ളിയില്ല. അപ്പോൾ അച്ഛൻ എന്നെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു പാഷൻ വീക്കിൽ. അച്ഛനും അച്ഛനോടൊപ്പം വേറെ 2-3 അച്ഛന്മാർ എൻ്റെ സഹപാഠികളൊക്കെ ഉണ്ട്.
അവരെല്ലാവരും കൂടെ എന്നെ ക്ഷണിച്ചതാണ്. ഓരോ ദിവസവും ഓരോ പള്ളി എനിക്ക് തന്നിരിക്കുകയാണ് പാഷൻ വീക്കിൽ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ശുശ്രൂഷയെല്ലാം കഴിയും. അന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് അന്ന് കൊച്ചമ്മ നാട്ടിലാണ്. അച്ഛൻ പറഞ്ഞു എൻ്റെ കൂടെ അച്ഛനും കൊച്ചമ്മയും താമസിക്കുന്നത്, ഞാനും എൻ്റെ സഹധർമ്മിയും ഉണ്ട്, മകനുമുണ്ട്. അന്ന് വൈകിട്ട് സ്വന്തം കയ്യിൽ ചപ്പാത്തി ഉണ്ടാക്കി. ആ ചപ്പാത്തിയുടെ ഷേപ്പൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഇന്ത്യയും ഓസ്ട്രേലിയയും ഒക്കെയാണ്. എന്നാലും അച്ഛന് നിർബന്ധമാണ്. ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് വെളിയിലെവിടെയും പോയി കഴിക്കില്ല. ഇല്ല അച്ഛാ, ഞാൻ ഉണ്ടാക്കി തരാം. അദ്ദേഹം ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങും ആ പീസൊക്കെ ഇട്ട ഒരു വെജിറ്റബിൾ കറി, നോമ്പ് കാലമാണല്ലോ, അതും അദ്ദേഹം ഉണ്ടാക്കി തന്നു. അതിന് അകത്ത് മല്ലിയും മുളകും ഒന്നും ശരിക്കും പിടിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനൊരു നിർബന്ധമുണ്ടായിരുന്നു, ആ കറി അദ്ദേഹത്തിൻ്റെ കൈവച്ച് ഉണ്ടാക്കി ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ അന്ന് രാത്രിയിൽ അവിടെ കഴിച്ചു, അവിടെ കിടന്നുറങ്ങി. അതിനുശേഷമാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇതെല്ലാം ഈ ദിവസങ്ങൾ അദ്ദേഹം അന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇടവകയുണ്ട്, ഗുഡ്ഗാവ് എന്ന് പറയുന്ന ഇടവക, ഇപ്പോൾ ഗുരുഗ്രാം എന്നാണ് അറിയപ്പെടുന്നത്. ആ ഇടവകയിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി സന്ധ്യ ആരാധന കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു വലിയ ഉത്സവം നടക്കുകയാണ് ആ പ്രദേശത്ത്. ഞങ്ങൾ വന്ന വാഹനം അച്ഛൻ്റെ ഒരു ഇൻഡിക്ക കാറായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ഉള്ളവരാണ്, ബാക്കി ആളുകളും അതിനകത്തുണ്ട്. ഇത് ഒരു മാൻഹോളിൻ്റെ മുകളിൽ കയറിയ ശേഷം ഞങ്ങൾക്കറിയില്ല അതെങ്ങനെ കയറിയെന്നൊന്നും. ഞങ്ങൾ നോക്കുമ്പോൾ ടയർ 4 പൊങ്ങിയിരിപ്പുണ്ട്, നടുക്ക് ഈ മാൻഹോൾ ഇരിപ്പുണ്ട്. ഈ വണ്ടി അവിടെ നിന്ന് എടുത്തു മാറ്റാതെ ഒരു നിർവാഹവുമില്ല. ഞാൻ അന്നേരം അച്ഛനെ നോക്കുമ്പോൾ വളരെ കൂളായിട്ട് അടുത്ത് നിന്ന് സബിയെ ചെന്ന് ഭയ്യ ഹെൽപ്പ് കരൂ, മദത് കരൂ എന്ന് പറഞ്ഞ് ശാന്തമായി ചെന്ന് ഇവരെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാം കൂടെ ഈ കാറ് എടുത്തു പൊക്കി അപ്പുറത്തേക്ക് മാറ്റി വെച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അതിനുശേഷം ഈ പാഷൻ വീക്ക് കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്നെ ആഗ്രയിൽ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു കോള് വരികയാണ്. അച്ഛൻ്റെ സ്കൂളിൽ, അച്ഛൻ്റെ സ്റ്റോർ റൂമിൽ കള്ളം കയറി ഏകദേശം 1-2 ലക്ഷം രൂപ മോഷ്ടിച്ചു. ആ പോകുന്ന വഴിക്ക് ഏതോ ഒരു കാടാണ്, നമ്മുടെയൊക്കെ നാട്ടിൽ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു പട്ടിക്കാട് തന്നെ. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, നേരം വെളുത്ത് തുടങ്ങിയതേ ഉള്ളൂ. അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വലിയ പ്രതിസന്ധിയാണ്. ഞാൻ അച്ഛനെ നോക്കി, എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചു, ഇവിടുന്ന് പോകാൻ വണ്ടി കിട്ടുമോ? വണ്ടിയൊന്നുമില്ല, ഏതെങ്കിലും ലോറിയോ വല്ലതും വന്നാൽ ഞാൻ അതേ കയറി പൊക്കോളാം. അങ്ങനെ ആ പ്രദേശത്ത് അനാഥമായി കിടന്ന ഒരു സ്ഥലത്ത് അച്ഛൻ ഇറങ്ങി പോവുകയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ടെൻഷനുണ്ട്. കാര്യം തൻ്റെ ഔദ്യോഗിക നിർവഹണത്തിൻ്റെ മധ്യത്തിലാണിത് സംഭവിച്ചത്. തിരുമേനിയാണെന്ന് അവിടുത്തെ ബിഷപ്പെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തിരുമേനിയുമായിട്ടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിനുശേഷം അദ്ദേഹം മടങ്ങി അവിടേക്ക് പോവുകയാണ്. പിന്നെ ആ ദിവസങ്ങളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. എങ്കിലും ഞാൻ തിരികെ പോരാൻ നേരം എന്നെ ട്രെയിൻ കയറ്റി വിടാനായിട്ട് കയ്യിൽ കുറേ സാധനങ്ങളുമായിട്ട് അച്ഛൻ വരികയാണ്. ഇത് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ കാണുന്നത് ഈ ബുക്കിനകത്ത് എഴുതിയിരിക്കും. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. വളരെ വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും അച്ഛൻ എപ്പോഴും ഒരു ശാന്തനായിട്ടാണ് കാണുന്നത്. അച്ഛൻ ഇങ്ങനെ പ്രസംഗങ്ങളിലൊക്കെ പറയുമായിരുന്നു, പറയുമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ജീവിതത്തിലെ കഷ്ടത എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആ കഷ്ടങ്ങളോട് പങ്കുചേരുന്നതും വളരെ പ്രധാനമാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ അദ്ദേഹം പറയുമായിരുന്നു, കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നതും വളരെ പ്രധാനമാണെന്ന് പറയുമായിരുന്നു. ഇത് രണ്ടും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരുപോലെ, അനുഗ്രഹവും കഷ്ടതയും ഒരുപോലെ ചേർത്ത് പിടിച്ച മനുഷ്യനാണ്. അവസാന നാളുകളിൽ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള വാർത്ത ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഞങ്ങൾക്ക് 2003 ബാച്ചിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചില മെസ്സേജസൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. ഞാൻ ഓർത്തില്ല അച്ഛൻ ഇത്രയും വേഗം ഞങ്ങളെ വിട്ട് കടന്നു പോകുമെന്ന്. കാരണം ഇതിനു മുമ്പേ അച്ഛന് ഡെങ്കു ഫീവർ വന്ന് പല ദിവസങ്ങളിൽ ഡൽഹിയിൽ പല പ്രാവശ്യം പല ഹോസ്പിറ്റലിൽ അച്ഛന് അവിടെ കിടന്നിട്ടുള്ളതാണ്. അതിനകത്തുമൊക്കെ അച്ഛൻ തരണം ചെയ്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ ഇതിനെയും തരണം ചെയ്ത് വെളിയിലേക്ക് വരും എന്നുള്ള ധാരണയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനം മറ്റൊന്നാണ്. പലരും ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ചോദിച്ചു, എന്തുകൊണ്ട് പ്രിൻസ് അച്ഛൻ എന്നുള്ളത്. ഞാൻ പലപ്പോഴും അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്, ദൈവത്തെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു മനുഷ്യനില്ല, ദൈവത്തെ ഇത്ര ആത്മാർത്ഥമായി ആരാധിച്ച ഒരു മനുഷ്യനില്ല. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളയുടുപ്പിട്ട് തിരിച്ച് ധരിക്കുന്നവരുടെ കൂട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഈ അച്ഛനെയും അവിടെ ദൈവത്തിന് വേണമായിരുന്നിരിക്കാം. അങ്ങനെ പറഞ്ഞാണ് ഞാൻ എന്നെയും ആശ്വസിപ്പിക്കുന്നത്. കാരണം അതിന് സർവ്വതാ യോഗ്യനാണ് ഈ പ്രിയപ്പെട്ട അച്ഛൻ. നോബി അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് കൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ. അച്ഛൻ പറയാറുണ്ടായിരുന്നു,
മധുബായിൽ ഓരോ ദിവസവും ശുശ്രൂഷ കഴിയുമ്പോൾ മധുബായ മുത്തിയിട്ടാണ് അച്ഛൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇവർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് അച്ഛാ ഇങ്ങനെ മുത്തിയിട്ട് ഇറങ്ങുന്നത്? അന്നേരം അച്ഛൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച കുർബാന അനുഷ്ഠിക്കാൻ എനിക്കാകുമോ ഇല്ലയോ എന്നറിയില്ല, നമ്മളുണ്ടായിരിക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. പ്രിയരെ, അച്ഛൻ തൻ്റെ അവസാനത്തിന് വേണ്ടി എപ്പോഴും കരുതിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ നിശ്ചയമാണ്, നമ്മുടെ അച്ഛൻ വെള്ള ഉടുപ്പിട്ട് വരിച്ചവരുടെ കൂട്ടത്തിൽ അവിടെ സ്വർഗീയ മാലാഖമാർക്കൊപ്പം പാടുവാൻ അവിടെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന്. കാരണം ദൈവത്തെ ഇത്രമാത്രം സ്നേഹിച്ച, ദൈവത്തെ ഇത്രമാത്രം തൊട്ടറിഞ്ഞ, ദൈവത്തെ ഇത്രമാത്രം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത ഒരു മനുഷ്യൻ വേറെയില്ല. അദ്ദേഹത്തിന് ലിറ്റർജിയെ ഞാൻ പറഞ്ഞല്ലോ വളരെയധികം സ്നേഹിച്ചിരുന്ന മനുഷ്യനാകുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ലിറ്റർജി അത് ദൈവത്തെ തൊട്ടറിയുന്ന അനുഭവം തന്നെയായിരുന്നു. ഈ ഇടവകയിലായിരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ നിന്നും പഠിച്ചതായ ചില പാഠങ്ങളുണ്ട്. ധനഹ പെരുന്നാൾ വേറെ എങ്ങും മാർത്തോമാ സഭയുടെ ഇടവകയിലില്ല. അപ്പോൾ എന്നോട് ചോദിക്കും, അച്ഛൻ പോയ ഇടവകയിലൊക്കെ ധനഹ പെരുന്നാൾ നടത്തുമോ? ഞാൻ ഈ ധനഹ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ പറയാനൊക്കെ ശ്രമിക്കും. ചുമതലക്കാർ തന്നെ എന്നോട് പറയും, അതൊന്നും ഇല്ലാത്ത പരിപാടിയില്ല അച്ഛാ, എന്തിനാ അതിവിടെ. പക്ഷേ അത് അച്ഛൻ പോയ ഇടവകളിലൊക്കെ അച്ഛൻ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി അതവിടെ ചെയ്യുന്നതായിട്ട് എന്നെ അറിയിക്കുകയുണ്ട്. ഞാൻ ഗുഡുക ഇടവയിൽ ചെന്നപ്പോൾ അവിടെ ശുശ്രൂഷയ്ക്ക് ചേർന്ന് പ്രവേശിച്ചപ്പോൾ ഈ ആരാധനയുടെ ഒന്നാം ഭാഗം കഴിഞ്ഞ് രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ ഒരു ശുശ്രൂഷകൻ ദുബുക്കുറ്റിയുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിൻസ് അച്ഛൻ പഠിപ്പിച്ച. ഞാനൊന്നും മിണ്ടിയില്ല, പെട്ടെന്ന് ഞാൻ എടുത്തിട്ടു. കാരണം ഞാൻ ഇവിടുന്ന് പോയ ആളല്ലേ. പക്ഷേ പലരും അവിടെ കലഹിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നാൽ പ്രിൻസ് അച്ഛൻ അത് അവിടെ ചെയ്തു. മറ്റുള്ളിടത്ത് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ അച്ഛൻ്റെ ഒരു പ്രസംഗം, ഒരു വിശുദ്ധ കുർബാന ശുശ്രൂഷ ബാംഗ്ലൂർ ചെയ്തതൊക്കെ നോക്കിയപ്പോൾ അച്ഛൻ അത് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. എന്നാൽ അതൊക്കെ ആദ്യ കാലങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളത് ഓർക്കട്ടെ. അത് പറഞ്ഞു വരുന്നതിൻ്റെ സാങ്കത്യം അദ്ദേഹം ഇവിടെ നിന്നും പഠിച്ചതായ പാഠങ്ങളായിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു യാന്ത്രികമായി ചെയ്യുന്ന കാര്യങ്ങളല്ലായിരുന്നു. അതിനൊക്കെ ഒരു അർത്ഥമുണ്ടായിരുന്നു, ആഴമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി അത് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനിവിടെ വന്നൊരു പ്രാവശ്യം കുർബാന എടുക്കുന്ന സമയത്ത് ഞാൻ എന്തോ ഞങ്ങളെ പഠിപ്പിച്ചു എന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ചെയ്തു. അദ്ദേഹം എന്നെ കുർബാന കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മളെ ഇങ്ങനല്ല പഠിപ്പിച്ചത്. എന്നെ ചെറിയാനച്ഛനാണ് ഞങ്ങളെ അന്ന് പഠിപ്പിച്ചത് കുർബാന എടുക്കുക. നമ്മളെ ഇങ്ങനല്ല പഠിപ്പിച്ചത്, അച്ഛൻ ആ പഴയതുപോലെ ചെയ്താൽ മതി എന്നോട് പറഞ്ഞു. വളരെ ശാന്തമായി എന്നെ അദ്ദേഹം ശാസിച്ചിട്ടുണ്ട്. എൻ്റെ മകനെ ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ട് ചേർത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇടവയിലേക്ക് തിരിച്ചു വേണം, ഞാൻ തിരികെ പോകുന്നു. പ്രിൻസ് അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടേ വരാൻ പാടുള്ളൂ. പക്ഷേ ഞാൻ ആ പ്രാവശ്യം പ്രിൻസ് അച്ഛനെ വിളിച്ചാൽ പോകണമല്ലോ, പോകാൻ എനിക്ക് സമയവുമില്ല. ഞാനിങ്ങനെ നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങനെയോ അറിഞ്ഞു ഞാൻ വന്നിട്ട് പോയി മകനെ അവിടെ ചേർത്തിട്ടുണ്ടെന്ന്. അന്ന് എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ആദ്യമായിട്ടും അവസാനമായിട്ടും എന്നോട് ദേഷ്യപ്പെട്ടിട്ടുള്ള അങ്ങനെയാണ്, എന്ത് പണിയാണ് കാണിച്ചത് എന്ന് ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അവൻ്റെ നമ്പറിങ് ഇതാ എന്ന് പറഞ്ഞു. സാധാരണ അച്ഛന്മാരാണെങ്കിൽ അവനിവിടെ വന്നാലല്ലേ പിന്നെ എന്തിനാ ഇനി അങ്ങോട്ട് പോകുന്നതെന്ന്, അവൻ്റെ മോനെ തേടിപ്പോകുന്നത് എന്തിനാണെന്ന് വേണം ചിന്തിക്കായിരിക്കും അല്ലേ സാധാരണ മനുഷ്യരൊക്കെ. എന്നാൽ അച്ഛൻ അങ്ങനെയല്ല ചെയ്തത്. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ വരണം. അപ്പോൾ അച്ഛൻ്റെ മുന്നിടവൊക്കെ ഒരു അംഗം ഒരു പെൺകുട്ടിയും അവിടെ കോളേജിൽ പഠിക്കുന്നുണ്ട്, അവളെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും അച്ഛൻ്റെ മാർത്തള്ളി ഹെബാൾ ഇടവകയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അച്ഛനും കൊച്ചമ്മയും കുഞ്ഞുങ്ങളും അവർക്കന്ന് ആരാധന കഴിഞ്ഞ ശേഷം ഒരു വലിയ ലഞ്ചൊക്കെ കൊടുത്ത് വിടുകയാണ്. പിന്നീട് ഞാൻ മകനെ വിളിക്കുമ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ പോവുകയാണ്, അച്ഛൻ്റെ പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറയും. ഞാൻ അന്നേരം ഓർത്തു, അങ്ങനെയൊന്നും ഇപ്പോഴത്തെ പിള്ളേർ സ്വാധീനിക്കപ്പെടാത്തതാണ്. ഈ അച്ഛൻ എങ്ങനെയാണ് എൻ്റെ മകനെ എനിക്കില്ലേ അറിയാമെന്ന് ഇത്രയധികം സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അതാണ് സാനു അച്ഛനെ പോലുള്ളവർ പറയുന്നത്, തൻ്റെ ജീവിതം കൊണ്ടും ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടും ദൈവത്തെ തൊട്ടറിഞ്ഞ മനുഷ്യനെ അനുഭവിച്ചറിയുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അദ്ദേഹത്തെ അദ്ദേഹത്തിൽ നിന്ന് തെന്നിപ്പോകാനായിട്ട് കഴിയില്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാവുന്ന ശുശ്രൂഷ ഇതാകുന്നു. ഒരു ഡോക്ടർ സിനി, മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന ഒരാൾ, കുവൈറ്റ് ഇടവക അച്ഛൻ്റെ അംഗമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡോക്ടർ സിനിയോട് ചോദിച്ചു, പ്രിൻസ് അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട് ആ ഇടവകയിലെ കാര്യം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എവിടെ ആയിരിക്കുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു, ഞാൻ ഗർഭിണിയായിരുന്നു. അച്ഛനും കൊച്ചമ്മയും എനിക്കിഷ്ടമുള്ളത് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട്
അവിടെ വരുമായിരുന്നു. അവിടെ വന്ന് എനിക്ക് തരിക മാത്രമല്ല, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അനവധി കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നത് മെൻ്റലി ഇൻകപ്പാസിറ്റേറ്റഡ് ആയിട്ടുള്ളതായ കുഞ്ഞുങ്ങളാകും. ആ കുഞ്ഞുങ്ങളെ കാണുകയും അവർക്ക് വേണ്ടത് ചെയ്യുകയും അവർക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വ്യക്തിയായിട്ട് അച്ഛൻ മാറ്റപ്പെട്ടു. തൻ്റെ ഓരോ അവസരത്തെയും ഈ ആളുകളോടുള്ള കരുതലായിട്ട് അച്ഛൻ എടുത്ത് ഉപയോഗിക്കുമായിരുന്നു എന്നുള്ള യാതൊരു സംശയമില്ല. എൻ്റെ ഇടവകയായ എറണാകുളം ശാലേം ഇടവകയിൽ അച്ഛൻ നിരന്തരമായി സന്ദർശിക്കുമായിരുന്നു. കാരണം വടാട്ടുപാറ മിഷനെ സ്പോൺസർ ചെയ്യുന്ന ഒരു ഇടവക എന്നുള്ള നിലയിൽ ആ ഇടവകയാണ് ആ മിഷൻ ആരംഭിച്ച് എന്നുള്ളത് ഓർക്കും. അതുകൊണ്ട് തന്നെ അച്ഛൻ അവിടെ ഒരു പ്രാവശ്യം അവസാനമായി സന്ദർശിച്ചപ്പോൾ ഇങ്ങനെയാണ് ഓർമ്മിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, നിൻ്റെ ഇടവകളിൽ വടാട്ടുപാറ പ്രദേശങ്ങളിൽ 5 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുകയാണ്, 30,000 രൂപ മതി. ഇത് പറയുമ്പോൾ ഈ വൈദികൻ പൊട്ടിക്കരയുകയാണ്. അവർ ഉടനെ തന്നെ അച്ഛന് വേണ്ടി 5 പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ളതായ പണം ശേഖരിച്ച് അച്ഛന് നൽകുകയാണ്. അത് 4 പെൺകുട്ടികളുടെ വിവാഹം അച്ഛനായിരിക്കുമ്പോൾ നടത്തി. 5ാമത്തെ പെൺകുട്ടിയുടെ വിവാഹം എന്തോ കാരണവശാൽ നടന്നില്ല. അച്ഛൻ ആ പണം 30,000 രൂപ തിരിച്ചു കൊണ്ടുവന്ന് ഇടവകയിൽ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ കയ്യിൽ വെച്ചു, ആ പെൺകുട്ടിയുടെ കല്യാണം എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നിങ്ങളിത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവിടെ പല ആവശ്യമുണ്ട്, അവിടെ ചിലവായി പോകും. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓരോ കാര്യത്തിലും ഇത്രമാത്രം വിശ്വസ്തത വെച്ച് പുലർത്തിയ ഒരു പുരോഹിതൻ വേറെയില്ല. സോഷ്യൽ മീഡിയയിലൊക്കെയും ഞങ്ങളെക്കുറിച്ച്, വൈദികരെക്കുറിച്ച് ഇപ്പോൾ വളരെ മോശമായിട്ട് മാത്രമേ ഉള്ളൂ, മോശം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയുള്ളവരോട് ഇങ്ങനെയുള്ള ചില ജീവിതങ്ങളും ആഘോഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ളതായ മനുഷ്യരും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഓർക്കണം. എനിക്ക് എന്താണ് പ്രിൻസ് അച്ഛൻ നൽകുന്നത്, ഞങ്ങൾക്ക് എന്താണ് പ്രിൻസ് അച്ഛൻ നൽകുന്നത്? അല്പം കൂടെ ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. അല്പം കൂടെ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്, അല്പം കൂടെ ആത്മാർത്ഥമായിട്ട് ഈ സഭയെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയെ ജനങ്ങളെയും കൈകാര്യം ചെയ്യുക എന്നുള്ളത്. കൈകാര്യം ചെയ്യുക എന്നുള്ളത്, ക്ഷമിക്കണം ആ വാക്കിന് എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ അല്പം കൂടെ ആഴമായി ആത്മാർത്ഥമായി ബന്ധത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട അച്ഛൻ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. എനിക്കറിയാം, നന്മയ്ക്കും നീതിക്കും അനിക്കൊച്ചമ്മയ്ക്കും ഇത് വലിയ തീരാ നഷ്ടമാണ്. സഭയ്ക്ക് അതൊരു തീരാ നഷ്ടമാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കട്ടെ. 50 വർഷക്കാലം ജീവിച്ച ഈ മനുഷ്യൻ 100 വർഷം ജീവിച്ചവൻ ചെയ്യുന്നതിൽ കൂടുതൽ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അച്ഛൻ്റെ ഓർമ്മ സജീവമായി നിൽക്കും. അച്ഛൻ പാകിയ വിത്തുകൾ ഇനിയും സഭയിൽ വളരെ വളരും. ഈ നോബിയച്ഛനും ഈ സാനുവച്ഛനും ഒക്കെ എന്നോട് പറയുന്ന ഇതാണ്, അച്ഛൻ പോയാൽ എന്താ, ഞങ്ങൾ കോര ഫാമിലി ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ്, കോരഹ് പുത്രന്മാരെന്നാണ് അവർ പറയുന്നത്. കോരയുടെ മക്കളാണ് ഞങ്ങൾ. ഇതിൽ കൂടുതൽ എന്താണ് ഒരു മനുഷ്യനെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ടുള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയ സ്നേഹിതൻ, എനിക്ക് അവസാനമായി ഒരു യാത്ര പറയാൻ പറ്റിയില്ല എന്നുള്ള വിഷമമുണ്ട്. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എബ്രഹാം വർഗീസ് അച്ഛൻ, അനുവച്ചൻ മാത്രമാണ് അദ്ദേഹത്തെ ലാസ്റ്റിൽ കണ്ടത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പ്രിൻസ് അച്ഛൻ അദ്ദേഹത്തോട് ഞങ്ങളെക്കുറിച്ചെല്ലാം തിരക്കി. അതിനുശേഷം പറഞ്ഞു, ഞാൻ ഇനിയും മടങ്ങി വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അറിയായിരുന്നു തൻ്റെ യാത്രയുടെ അവസാനം എത്തിയിരിക്കുന്നുവെന്ന്. അതിനുശേഷം അദ്ദേഹം ഉറക്കെ കരഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് കരഞ്ഞത് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. ഒന്ന്, തൻ്റെ കുഞ്ഞുങ്ങളെ പിരിയുന്നതിന്, തൻ്റെ സഹധർമ്മിണിയെ പിരിയുന്നതിനാവും. 2, താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അത് കുറേ കാലം കൂടെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായിരിക്കുക, അതിനെയും പൂർത്തീകരിച്ചിട്ടില്ല. ഇതോർത്തായിരിക്കും അച്ഛൻ കഴിഞ്ഞത്. എന്നാൽ അച്ഛൻ ഒരു കാലത്തും തൻ്റെ പ്രിയനായ കർത്താവിനോട് ചേരുവാൻ കരയില്ല എന്ന് എനിക്കറിയാം. കാരണം അത്രമാത്രം ആഴമായ വിശ്വാസം കാത്ത് സൂക്ഷിച്ചവരാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവ് ഈ ലോകത്ത് ഞങ്ങളുടെ എല്ലാം ഗുരുനാഥനായിരുന്നു. നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാപിച്ചു. നിങ്ങളെപ്പോലെ അനവധി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ്. നിങ്ങളെ ദൈവം കൈവിടില്ല. നിങ്ങളുടെ പിതാവ് നമ്മുടെ കർത്താവിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷയ്ക്കായി എന്നും കാണും എന്നുള്ള വലിയ നിശ്ചയത്തോടു കൂടി ഈ വന്യ വൈദികന് എല്ലാ പ്രണാമങ്ങളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്കുള്ളിൽ എന്നെ തന്നെ എൻ്റെ ശുശ്രൂഷകളെ വിനയമായി സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന വന്യ വൈദികരോടും
നിങ്ങളോടെല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.